നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ BA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്ററി ടു 7th സെഞ്ചുറി CE എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് ഡിബേറ്റ്സ് ഓൺ ദ ഒറിജിനൽ ഹോംലാൻഡ് ഓഫ് ആര്യൻസ് എന്നതാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ പഠിച്ചത് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചും അതിന്റെ പതനം വരെയാണ് എത്തിയത്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷന്റെ പതനത്തിന്റെ പ്രധാന കാരണമായിട്ട് ചരിത്രകാരന്മാർക്ക് ഇടയിൽ ഏറ്റവും അധികം സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ആര്യൻ ഇൻവേഷൻ തിയറിയാണ്. അതായത് ആര്യന്മാരുടെ ആഗമനമാണ് ഈ ഒരു ഇൻഡസ് സിവിലൈസേഷന്റെ പതനത്തിനു കാരണം എന്നുള്ളതായിരുന്നു ആ ഒരു സിദ്ധാന്തം. അപ്പോ ഇതില് ആര്യന്മാരുടെ ആഗമനം എവിടെ നിന്നുണ്ടായി, അതായത് ദ ഒറിജിനൽ ഹോംലാൻഡ് ഓഫ് ആര്യൻസ് എന്നതിനെ കുറിച്ച് അതൊരു കോൺട്രവേഴ്ഷ്യൽ വിഷയമാണ് നമ്മുടെ ചരിത്രകാരന്മാർക്കിടയിൽ. എവിടെ നിന്നാണ് ആര്യന്മാർ വന്നത് എന്നതിനെ കുറിച്ച് പലതരത്തിലുള്ള ഡിബേറ്റ്സ്, ഒറിജിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള തിയറീസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയായാലും 1500 CEക്കും ഒരു 600 CEക്കും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ആര്യന്മാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആര്യന്മാരുടെ പീരീഡിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ ഉണ്ട് എന്ന് വെച്ചാൽ അത് ലിറ്റററി എവിഡൻസ് തന്നെ അവൈലബിൾ ആണ്. ലിറ്റററി എവിഡൻസ് അവൈലബിൾ ആവുമ്പോൾ നമുക്ക് ചരിത്ര പുനഃസൃഷ്ടി കുറച്ചുകൂടി എളുപ്പമാണ്. അതേക്കുറിച്ച് കൂടുതൽ ക്ലിയർ കട്ട് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ അവൈലബിൾ ആണ്. എനിവേ നമ്മൾ ഇവിടെ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് ഈ ആര്യന്മാരുടെ ആഗമനത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട 3 സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത്. അതായത് ആര്യന്മാർ, ഒന്നാമത്തെ സിദ്ധാന്തം പറയുന്നത് they were the original inhabitants എന്നുള്ളതാണ്. ഇൻഹാബിറ്റൻസ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആയിരുന്നു. അതായത് ഒറിജിനൽ ആയിട്ട് ഇവിടെ തന്നെ ജനിച്ച ആളുകളാണ് അവർ എന്നുള്ളതാണ് ഒന്നാമത്തെ സിദ്ധാന്തം. രണ്ടാമത്തത് they were migrated from ആർട്ടിക് റീജിയൻ, ആർട്ടിക് റീജിയനിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ് അവർ എന്നുള്ളതാണ് മറ്റൊന്ന്. ഇനി സെൻട്രൽ യൂറോപ്പിൽ നിന്ന് വന്നവരാണ് ആര്യന്മാർ എന്നുള്ളതാണ് മൂന്നാമത്തെ സിദ്ധാന്തം. എന്തായാലും നമുക്ക് ഈ 3 സിദ്ധാന്തങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ദ സെൻട്രൽ ഏഷ്യ ആര്യന്മാരുടെ ഒറിജിനൽ ലാൻഡ് ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സിദ്ധാന്തമാണ്. അതായത് ഇങ്ങനെ നമുക്ക് ഈ ഒരു സിദ്ധാന്തത്തിന് ഉപോത്ഫലകമായിട്ട് അവര് വാദിക്കുന്നത്, പ്രധാനമായിട്ടും ഇതിന്റെ ഒരു എക്സ്പോണന്റ് എന്ന് പറയുന്നത് മാക്സ് മുള്ളർ ആണ്. സെൻട്രൽ ഏഷ്യയാണ് ആര്യന്മാരുടെ ഒറിജിനൽ ലാൻഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചിന്തകൻ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ വേദങ്ങളും അതുപോലെ സെൻഡവസ്ഥ എന്ന ഗ്രന്ഥം, അത് ഒരു ഇന്ത്യൻ ടെക്സ്റ്റ് ആണ്. സൊറാസ്ട്രിയൻ മതത്തിന്റെ പാഴ്സികളുടെ ഒരു വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സെൻഡവസ്ഥ. അപ്പൊ സെൻഡവസ്ഥയിലും അതുപോലെ വേദങ്ങളിലുമുള്ള സമാനതകൾ കണ്ടിട്ട് ആ സമാനതകളെ മുൻനിർത്തിയാണ് ഇവിടെ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കുടിയേറിയവരാണ് ആര്യന്മാർ എന്ന സിദ്ധാന്തത്തെ മാക്സ് മുള്ളർ വാദിക്കുന്നത്. അതായത് ഈസ്റ്റേൺ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ റീജിയനിൽ നിന്നും 2000 BC മുതൽ 1400 BCക്കിടയിൽ ഇങ്ങോട്ട് കുടിയേറിയവരാവാം ആര്യന്മാർ എന്നതാണ് മാക്സ് മുള്ളറുടെ സിദ്ധാന്തം സെൻട്രൽ ഏഷ്യയെ കുറിച്ച് പറയുന്നത്. ഇനി രണ്ടാമത്തേത് യൂറോപ്പാണ് ആര്യൻസിന്റെ ഒറിജിനൽ ലാൻഡ് അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള അവരുടെ പ്ലേസ് എന്നുള്ളതിനെ കുറിച്ചുള്ള സിദ്ധാന്തം. ഇത് ഇൻഡോ ആര്യൻ ലാംഗ്വേജുകളെ കുറിച്ചുള്ള പഠനത്തിൽ നിന്നുമാണ് ഈ ഒരു സിദ്ധാന്തം രൂപം കൊള്ളുന്നത്. അതായത് ഇൻഡോ ആര്യൻ ഒറിജിൻ ആണ് സാൻസ്ക്രിറ്റിനുമുള്ളത്. സംസ്കൃതവും മറ്റു പല യൂറോപ്യൻ ഭാഷകളും ഒരു ഇൻഡോ ആര്യൻ റേസിൽ വരുന്ന ഭാഷയാണ്. ഒരേ ഭാഷാ കുടുംബത്തിൽ നിന്ന് ഉള്ളതിന്റെ ഒറിജിൻ ആണ് നമുക്ക് ഈ ഒരു സിദ്ധാന്തവുമായിട്ട് അവരെ കണക്ട് ചെയ്യുന്നത്. പല വാക്കുകളുടെയും പലതരത്തിലുള്ള ഉച്ചാരണങ്ങള് അല്ലെങ്കിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻസ് കാണുന്ന സമാനതയാണ് ഇവരെ ഈ രീതിയിൽ പറയുന്നത്. ചെറിയ ഉദാഹരണത്തിന് ഫാദർ, മദർ, ഈ 2 സംജ്ഞകളെ നമുക്ക് നൗൺസിനെ നമുക്ക് പല ഭാഷകളിലും ലാറ്റിനിലും ഒക്കെയുള്ള പല യൂറോപ്യൻ ഭാഷകളിലും സംസ്കൃതത്തിലുമുള്ള ഉച്ചാരണങ്ങൾ വലിയ സമാനത കാണുന്നുണ്ട്. മദർ, മാട്രൺ, മാട്രൺ, മാതൃ, പിതൃ, പാറ്റർ, പാട്രൻ, പിതൃ തുടങ്ങിയ ഈ രീതിയിലുള്ള
ഫ്രഞ്ചും ലാറ്റിനും ഒക്കെയുള്ള പ്രൊനൗൺസിയേഷനുകളിൽ കാണുന്ന ഈ ഒരു സമാനത മറ്റു പല വാക്കുകളിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്തോ യൂറോപ്യൻ കുടുംബം അല്ലെങ്കിൽ ഇന്തോ ആര്യൻ ഒരു കോമൺ ഫാമിലിയിൽ നിന്നാണ് ഈ ഭാഷകളുടെയൊക്കെ ഉത്ഭവം. അതുകൊണ്ട് തന്നെ ഇതൊരു യൂറോപ്യൻ ഭാഗത്തു നിന്നാണ് ഗ്രീക്ക്, സാൻസ്ക്രിറ്റ്, ലാറ്റിൻ, ജർമ്മൻ തുടങ്ങിയ ഭാഷകൾക്കൊക്കെ ഒരു കോമൺ ഒറിജിൻ ഉണ്ട് എന്നുള്ളതായിരുന്നു ഈ ഒരു സിദ്ധാന്തം. അപ്പോ അതാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് വന്നവരാണ് ആര്യൻസ് എന്ന് സിദ്ധാന്തം പറയുന്നത്. ദെൻ ഇന്ത്യ തന്നെയാണ് അവരുടെ ഒറിജിനൽ ലാൻഡ് എന്നുള്ളതാണ് മറ്റൊരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് ഇൻഡിജീനസ് പീപ്പിൾ ആണ് ആര്യൻസ് എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. AC ദാസ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു സപ്തസൈന്ധവത്തിൽ തന്നെ ഉള്ള ആളുകളാണ് അവരെന്നതിന് ഉള്ള ഒരു തെളിവായിട്ട് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആര്യന്മാര് പുറത്തുനിന്ന് വന്നവരാവാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇനി മറ്റൊന്ന്, ആർട്ടിക് റീജിയനിൽ നിന്നുള്ളവരാണ് ആര്യന്മാർ എന്നത് പ്രധാനമായിട്ടും ബാലഗംഗാധര തിലകനും അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതി ഇവരുടെ ഒക്കെ ഒരു അഭിപ്രായത്തിൽ വരുന്നത് ആർട്ടിക് റീജിയനിൽ നിന്ന് കുടിയേറിയവരാണ് എന്നുള്ളതാണ്. ഇത് എന്ത് തന്നെ ആയിരുന്നാലും ഇന്ത്യൻ ഒറിജിൻ അല്ല, അല്ലെങ്കിൽ പുറത്തു നിന്ന് വന്നവരാണ് എന്നുള്ള അഭിപ്രായത്തിന് തന്നെയാണ് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നത്. കാരണം ഇവിടെ ഇന്ത്യയിലെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ദ്രവീഡിയൻ റേഷ്യൽ സ്പെക്യുലാരിറ്റീസ് ഉള്ളവരായിരുന്നു. ദ്രാവിഡ വംശത്തിൽ പെടുന്ന ആളുകളായിരുന്നു. അവർക്ക് പൊതുവെ കറുത്ത സ്കിന്നും ഉയരം കുറഞ്ഞ ശരീരപ്രകൃതിയും ഒക്കെ ഉള്ളവരായിരുന്നു. എന്നാൽ ഈ ആര്യന്മാര് ഉയർന്ന ശരീരവും ഉയരമുള്ള ശരീരവും വെളുത്ത നിറവും നീണ്ട നാസികയും മൃദുവായിട്ടുള്ള നേർത്ത ചുണ്ടുകളും ഒക്കെയുള്ള സുഭകരായിട്ടുള്ള ഒരു വിഭാഗമാണ് ആര്യന്മാര്. അപ്പൊ എന്തായാലും ഇവിടുത്തെ നേറ്റീവ്സിനിടയിൽ പെട്ടെന്ന് തന്നെ അവർക്ക് മേൽക്കോയ്മ നേടാൻ സാധിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന സിദ്ധാന്തം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആര്യൻ ഇൻവേഷനെ കുറിച്ച് പറയാനുള്ളത്. ആര്യന്മാരുടെ ഒറിജിനൽ ഹോം ലാൻഡ് ഏതാണ് എന്നതിനെ കുറിച്ച് നടക്കുന്ന കോൺട്രവേഴ്സീസ് ആണ് ഈ ഒരു ആര്യൻ ഇൻവേഷൻ ഡിബേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ചത് ആര്യന്മാര് ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് ഇന്ത്യ തന്നെയാണെന്ന്, യൂറോപ്പിൽ നിന്ന് വന്നവരാണെന്ന്, ആർട്ടിക് റീജിയനിൽ നിന്ന് വന്നവരാണെന്ന്, പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നവരാണെന്ന് മാക്സ് മുള്ളറുടെ വാദം. ഇത്രയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.